അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ഇങ്ങനെ ഒരു അമ്മ എന്ന ഒരു വിളി ഗേറ്റിന്റെ അപ്പുറത്ത് നിന്നും ഉള്ളോട്ടേക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് കേട്ടു എന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. രവി രവി സെൻഡ് ദാറ്റ് ബെഗർ അവേ. സെൻഡ് അയക്കൂ. ആരെ? ദി ബെഗർ, ദാറ്റ് ബെഗർ, ആ യാചകനെ. മനസ്സിലായോ? ബെഗർ യാചകനെ. മനസ്സിലായോ? യാചകനെ അയക്കൂ. എവിടെ അയക്കൂ? അവയെ ദൂരത്തേക്ക്. യാചകൻ ഒന്ന് പറഞ്ഞു വിടൂ രവി. ക്രൈഡ് ഹിസ് മദർ. അമ്മ കരഞ്ഞു. രവിയുടെ അമ്മ അലറി. മനസ്സിലായോ? എവിടെ? ഫ്രം ദി ബാക്ക് വരാന്ത. ബേക്കിലെ ആ വരാന്തയിൽ നിന്നും അമ്മ അലറി. മനസ്സിലായോ? കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആ യാചകനൊന്ന് പറഞ്ഞയക്കൂ രവി എന്ന് അവന്റെ അമ്മ പിറകിലെ വരാന്തയിൽ നിന്നും കോലായിൽ നിന്നും എന്ത് ചെയ്തു? പറഞ്ഞു. വേർ, ആ വരാന്തയിലായിരുന്നു. അവിടെ, ആ വരാന്ത, അവിടെ ഷീ വാസ്, അവളായിരുന്നു. ചാറ്റിംഗ്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നവളായിരുന്നു. മനസ്സിലായോ? ചാറ്റിംഗ്, അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവളായിരുന്നു. ആരോടൊപ്പം? വിത്ത് താപ്പി. താപ്പിയോടൊപ്പം അവള് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സംസാരിച്ച് കൊണ്ടിരിക്കുകയാണ്. അവളുടെ അമ്മ എവിടെ? വരാന്തയിൽ വെച്ച്, ബേക്കിലെ വരാന്തയിൽ വെച്ച് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He has been coming here every day for the past week. മനസ്സിലായോ? He has been coming, അവൻ വന്നുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? He has been വന്നുകൊണ്ടേയിരിക്കുകയാണ്. Here, ഇവിടെ അവന് വന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോൾ? every day, എല്ലാ ദിവസവും അവനിവിടെ വരുന്നുണ്ട്. മനസ്സിലായോ? അവനിവിടെ എല്ലാ ദിവസവും കണ്ടിന്യൂ ആയിക്കൊണ്ടുണ്ടാവുന്നു. എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. ഫോർ ദി പാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ഒരാഴ്ച കാലയളവായി, ഒരാഴ്ച എല്ലാ ദിവസവും അവൻ ഉണ്ടാകുന്നു, ഇവിടെ വരാറുണ്ട്. മനസ്സിലായോ? And it is the time, ഇത് ഒരു സമയം, ഇത് സമയമാകുന്നു. It is the time, ഇത് സമയമാകുന്നു എന്തിനേക്ക്? Be found, കണ്ടെത്താൻ, അവൻ കണ്ടെത്താൻ. Another house, മറ്റൊരു വീട്. മനസ്സിലായോ? ഫ്രം, എന്തിനേക്ക്? ടു ബെഗ് ഫ്രം. എന്തിനേക്ക്? ടു ബെഗ് ഫ്രം, ആ വീട്ടിൽ നിന്നും യാചിക്കാൻ. മനസ്സിലായോ? അപ്പോ ഇറ്റ് ഈസ് ദി ടൈം, സമയമായി. എന്തിനേക്ക്? ടു ഫൈൻഡ് അനദർ ഹോം, മറ്റൊരു വീട് കണ്ടെത്താനുള്ള സമയമായി. എന്തിനേക്കുള്ള മറ്റൊരു വീട് കണ്ടെത്താൻ വേണ്ടി പറയുന്നത്? ടു ബെഗ് ഫ്രം, ആ വീട്ടിൽ നിന്നും യാചിക്കാം, ആ വീട്ടിൽ നിന്നും യാചിക്കാനുള്ള, അങ്ങനെയുള്ള ഒരു വീട്ടിനെ കണ്ടെത്താനുള്ള ടൈമായി. ഇവിടുന്ന് ഏതായാലും എന്തായിക്കോ പറഞ്ഞയച്ചാളി എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഈ പാർട്ടി എക്സ്പ്ലെയിൻ ടു ടാപ്പി. മനസ്സിലായോ? പാർട്ടി എന്ത് ചെയ്തു? അവന്റെ അമ്മ താപ്പിയോട് എന്തായി? വിവരിച്ചു കൊടുത്തു. ഒരാഴ്ച കാലയളവിൽ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവനിക്ക് ഇനി ഇവിടുന്ന് പോകാൻ പറയാം, അടുത്ത വീട് കണ്ടെത്താൻ വേണ്ടി ആരോട് പറഞ്ഞു? രവിയോട് പറഞ്ഞു എന്ന് ആരെ? എക്സ്പ്ലെയിൻ, അവന്റെ അമ്മ എന്ത് ചെയ്തു? ടാപ്പിയോട് വിശദീകരിച്ചു കൊടുത്തു. മൃദു ആൻഡ് മീന, മൃദുവും മീനയും ഫോളോഡ് രവി ഔട്ട്. മനസ്സിലായോ? രവിയോട് എന്തായും ആ യാചകനോട് പറഞ്ഞയക്കാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പൊ എന്ത്? രവി പുറത്തേക്ക് ഓടിയല്ലോ. അപ്പോ ആ പുറത്തേക്ക് ഓടിയ രവിയെ ആരൊക്കെ ഫോളോ ചെയ്തു? പിന്തുടർന്നു. മൃദുവും മീനയും ഫോളോഡ്. ആരെ ഫോളോഡ്? രവിയെ എന്തായി? പിന്തുടർന്നു. എവിടത്തേക്കാ പിന്തുടർന്നത്? പുറത്തേക്ക് ഓടുന്ന രവിയെ മീനയും മൃദുവും കൂടി ഫോളോ ചെയ്തു, പിന്തുടർന്നു. ദി ബെഗർ വാസ്, ആ യാചകനായിരുന്നു. ഓൾറെഡി ഇൻ ദി ഗാർഡൻ, നേരത്തെ എവിടെ എത്തിയിട്ടുണ്ട്? ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. മനസ്സിലായോ? ഗാർഡനിൽ എത്തിയിട്ടുണ്ട്, വീട്ടിന്റെ മുമ്പിലുള്ള പൂന്തോപ്പിലായിട്ടുണ്ട്. ആര്? ആ ബെഗർ, യാചകൻ. ഈ ഹാഡ് സ്പ്രെഡ്, അവൻ എന്താക്കിയിട്ടുണ്ട്? വിരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? സ്പ്രെഡ്, അവൻ വിരിച്ചിട്ടുണ്ട്, പരത്തിയിട്ടുണ്ട്. സ്പ്രെഡ്, പരത്തുക, വിരിക്കുക. എന്തിനെ വിരിച്ചിട്ടുണ്ട്? സോറി, the beggar was already in the garden. നേരത്തെ തന്നെ എവിടെ എത്തിയിട്ടുണ്ട്? ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ഗേറ്റ് ഒക്കെ തുറന്ന് ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. ആര്? ബെഗർ, യാചകൻ. മേക്കിംഗ് ഹിംസെൽഫ് ക്വയറ്റ് അറ്റ് ഹോം. മനസ്സിലായോ? ഇതൊരു പ്രയോഗമാണ്. എന്ത്? മേക്ക് അറ്റ് ഹോം.
അഥവാ make quiet at home എന്ന് പറഞ്ഞാല് ഒരു പ്രയോഗം. ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? നമ്മൾ ഇപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തിയാൽ നമുക്ക് കംഫർട്ടബിൾ ആയ സ്ഥലമാക്കുക. മനസ്സിലായോ? നമ്മുടെ വീട് അതിപ്പോ നമ്മളെന്തായി ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് എത്തി. ആ വീട് എന്താകുന്നു? അത് നമുക്ക് കംഫർട്ടബിൾ, നമുക്കൊരു പ്രയാസമൊന്നുമില്ല, സ്വന്തം വീട് പോലെ തന്നെ തോന്നുന്ന ഒരു വീട്, ഒരു സാഹചര്യം. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പോ കോളേജിൽ നിൽക്കുക, അവിടെ നമ്മുടെ വീട് പോലെയാണ്. മനസ്സിലായോ? ഉറങ്ങാനും നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉള്ള ഒരു മനസ്സമാധാനം, സമാധാനം, കംഫർട്ടബിൾ ഒക്കെ ലഭിക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലമാണ് എന്ത്? അങ്ങനെ സ്ഥലമാക്കുന്നതിന് എന്താ പറയാ? മേക്ക് ക്വയറ്റ് അറ്റ് ഹോം. അപ്പൊ അവനെന്താക്കിയിട്ടുണ്ട്? ഇത് ആരുടെ വീട്? യാചകന്റെ വീടാണോ? അല്ല, അവന് യാചകന്റെ വീട് സ്വന്തം വീട് പോലെ ആക്കിയിട്ടുണ്ട്. അഥവാ സ്വന്തം ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലത്തിനാണ് എന്ത് പറയാ? കംഫർട്ടബിൾ ആയ, നല്ല നമുക്ക് ഹാപ്പി ലഭിക്കുന്ന ഒരു സ്ഥലത്തിനാണ് എന്ത് പറയാ? ഈ അങ്ങനെ ആ സ്ഥലമാക്കുന്നതിന് എന്ത് പറയും? മേക്ക് ക്വയറ്റ് അറ്റ് ഹോം. അപ്പൊ വീട്ടിൽ എന്താണ്? നമുക്കൊരു സമാധാനം. അപ്പൊ ഓനെന്താ ചെയ്തത്? എങ്ങനെ ആക്കിയത്? അത് നമുക്ക് പറയുന്നത് നോക്കാം. അപ്പൊ അവൻ എന്താക്കിയിട്ടുണ്ട്? മേക്കിംഗ് ആക്കിയിട്ടുണ്ട് ഹിംസെൽഫ്, സ്വയം അവൻ ആക്കിയിട്ടുണ്ട് ക്വയറ്റ് അറ്റ് ഹോം. അവൻ എന്താക്കിയിട്ടുണ്ട്? ആ വീട് സ്വന്തം വീട് പോലെ കംഫർട്ടബിൾ ആയ ഒരു സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. ഉറങ്ങാൻ തോന്നുമ്പോൾ ഉറങ്ങാനും മറ്റെവിടെ പോകാനും ഒക്കെയുള്ള, കുളിക്കാനും അലക്കാനൊക്കെയുള്ള ഒരു സൗകര്യമുള്ള ഒരു, അഥവാ യാചകൻ, ആ യാചകൻ മറ്റുള്ള വീട്ടിൽ പോയി എന്താകുന്നു? കുളിക്കുന്നു, അലക്കുന്നു, സ്വന്തം വീട് പോലെ കൈകാര്യം ചെയ്ത് കംഫർട്ടബിൾ തോന്നുന്നു, അവനിക്ക് അനുഭവിക്കുന്നു. അങ്ങനെയുള്ള സ്ഥലത്തിൽ എന്ന് പറയുന്നു, അങ്ങനെ ആക്കുന്നതിന് എന്ന് പറയുന്നു മേക്ക് ക്വയറ്റ് അറ്റ് ഹോം എന്ന് പറയുന്നു. അവൻ എന്താക്കിയിട്ടുണ്ട്? അങ്ങനെ സ്വന്തം വീട് പോലെ ആക്കിയിട്ടുണ്ട് ആ ഭവനത്തെ, ആ സ്ഥലത്തെ. എന്നിട്ട് കാരണം എന്ത്? ഈ ഹാഡ് സ്പ്രെഡ് ഹിസ് അപ്പർ ക്ലോത്ത് അണ്ടർ ദി നീം ട്രീ. ആ വേപ്പ് മരത്തിന് മുകളിലായിക്കൊണ്ട് ഈ ഹാഡ് സ്പ്രെഡ് അവന് വിരിച്ചിട്ടുണ്ട്. എന്തിനെ? ഹിസ് അപ്പർ ക്ലോത്ത്, അവന്റെ മേൽവസ്ത്രം, അവന്റെ മേൽവസ്ത്രം. മനസ്സിലായി? ഇന്നർ അല്ല, എന്ത്? അപ്പർ ക്ലോത്ത്, ആ മേലെ ധരിക്കുന്ന വസ്ത്രം എന്തായിട്ടുണ്ട്? വേപ്പ്. നീം എന്ന് പറഞ്ഞാല് വേപ്പ് മരത്തിന് മേലെ എന്താക്കിയിട്ടുണ്ട്? അവന്റെ അപ്പർ ക്ലോത്ത് എന്താക്കിയിട്ടുണ്ട്? വിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തോ ആക്കിയത്? ഹി വാസ് ലീനിങ്, അവൻ എന്താക്കിയിട്ടുണ്ട്? ചാരി കിടക്കുന്നു. അഗെയിൻസ്റ്റ് ഇറ്റ്സ് സ്ട്രെങ്ത്. മനസ്സിലായോ? അവൻ എന്താക്കിയിരിക്കുന്നു? നീം. ഹി വാസ് ലീനിങ്, അവൻ എന്താക്കിയിരിക്കുന്നു? ലീൻ എന്ന് പറഞ്ഞാല് ചാരി കിടക്കുക. മനസ്സിലായോ? ഹി വാസ് ലീനിങ്, അവൻ എന്താകുന്നു? ചാരി കിടക്കുന്നു. അഗൈൻസ്റ്റ് ഇറ്റ്സ് സ്ട്രെങ്ത്, ആ മരത്തടിക്ക് ചുറ്റും, ആ മരത്തടിക്ക് ചുറ്റും നല്ല മരത്തടിക്ക് പിറകായിക്കൊണ്ട് എന്താകുന്നു? അവനൊന്ന് ചാരി കിടക്കുന്നു. ആ ചാരി കിടക്കുന്ന എന്തിന്റെ മേലെയാണ്? ആ ഈ മരത്തിന്റെ ട്രെൻഡ്, ആ തടിയിലല്ലോ, ആ മരത്തടിക്ക് എതിരായിക്കൊണ്ട് എന്താ, അഥവാ അവന്റെ പുറംഭാഗം മരത്തടിയിൽ വെച്ചുകൊണ്ട് എന്താകുന്നു? കിടക്കുന്നു. പിന്നെയോ apparently പ്രത്യക്ഷമായിക്കൊണ്ട് പ്രിപ്പേർഡ്, അവന് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. apparently അവന് പ്രത്യക്ഷമായിക്കൊണ്ട് പ്രിപ്പേർഡ്, അവൻ എന്താക്കിയിട്ടുണ്ട്? തയ്യാറെടുത്തിട്ടുണ്ട്. എന്തിനു? ടു ടേക്ക് എ ലിറ്റിൽ സ്നൂസ്, ചെറിയ മയക്കം, ചെറിയ ഉറക്കം. മനസ്സിലായോ? നമ്മളിപ്പോ അലാറം വെക്കുന്ന സമയത്ത് കാണാറുണ്ട് സ്നൂസ്. അപ്പോ നമ്മൾ രാത്രി 10 മണിക്ക് അലാറം വെച്ചു. പിന്നെ എന്താകുന്നു? പിന്നെ സ്നൂസിനുള്ള ടൈം, അഥവാ 10 മണിക്ക് അലാറം വെച്ച് എന്തിന്? 7 മണിക്ക് എഴുന്നേൽക്കാൻ വേണ്ടി. മനസ്സിലായോ? പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്, സ്നൂസ്. അത് നമുക്ക് വേണമെങ്കിൽ 10 മിനിറ്റ് ആക്കാം, അല്ലെങ്കിൽ 1/4 മണിക്കൂർ, അരമണിക്കൂർ, അങ്ങനെ ഓരോ മിനിറ്റിനിടയിൽ എന്താക്കാം? നമുക്ക് അലാറം സ്നൂസ് ചെയ്യാം. സ്നൂസ് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം മിനിറ്റ്, ഒരു ചെറിയൊരു ഉറക്കം, ഒരു മയക്കം. 7 മണിക്ക് എഴുന്നേറ്റ് ഓർക്ക് ശരിയല്ല, ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഉറങ്ങാം. അതിനെന്താ പറയുക? അല്ലാണ്ട് കൂർക്കം വെച്ച് ഉറങ്ങുന്നതിന് എന്താ പറയുക? സ്നൂസ് എന്നറിയില്ല. സ്നൂസ് എന്ന് പറഞ്ഞാല് ഈ ചെറിയ ഉറക്കമുണ്ടല്ലോ, അതിനെന്താ പറയുക? മയക്കം, അതിന് സ്നൂസ് എന്ന് പറയും. അല്ലാണ്ട് ദീർഘമായ സ്ലീപ്പും സ്നൂസും തമ്മിൽ, സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ദീർഘമായതായിരിക്കും, സ്നൂസ് ആകുമ്പോൾ കുറച്ച് അല്പസമയമായിരിക്കും. അതാണ് സ്നൂസും സ്ലീപ്പും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഈ ചെറിയൊരു മയക്കത്തിന് വേണ്ടി അവൻ എന്താക്കിയിരിക്കുന്നു? തയ്യാറെടുത്തതായി പ്രത്യക്ഷം നമുക്ക് മനസ്സിലാക്കാം. പ്രിപ്പേർഡ്, അവന് തയ്യാറായിരിക്കുന്നു, സജ്ജമായിരിക്കുന്നു. എനിക്ക് അങ്ങനെ വസ്ത്രങ്ങളൊക്കെ അയച്ച് ഈ മരത്തിന്റെ മേലെയിട്ട് ഈ അതിന്റെ ട്രങ്കിൽ എന്തായിരിക്കുന്നു? ചാരി കിടക്കുന്നു. അവൻ എന്തായിരിക്കുന്നു? പ്രത്യക്ഷമായിക്കൊണ്ട് ഒരു ചെറിയൊരു ഉറക്കിനുള്ള പരിപാടിയാണെന്ന് മനസ്സിലാക്കാം. ലിറ്റിൽ സ്നൂസ്. വൈൽ, ഏതവസ്ഥയിൽ? വൈൽ, ഈ സമയം. എന്തിന്റെ സമയം? ഹി വൈറ്റഡ്, അവൻ എന്താകുന്നു? കാത്തിരിക്കുന്നു. ഫോർ ആംസ് ടു അപ്പിയർ. ആംസ് എന്ന് പറഞ്ഞാല്
ആംസ് എന്ന് പറഞ്ഞാല് ഭിക്ഷകൾ, മനസ്സിലായോ? ഭിക്ഷ, ഭിക്ഷക്ക് ഭിക്ഷ പ്രത്യക്ഷമാവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഏത് ഇങ്ങനെ വസ്ത്രങ്ങളൊക്കെ നിവർത്തിയിട്ട് ഈ മരത്തിന് മേലെ പിന്നെ എന്താകുന്നു, അതിന്റെ ട്രെങ്കിൽ എന്താകുന്നു, ചാരിക്കടന്ന് ഉറങ്ങാനുള്ള പരിപാടി എപ്പോഴാണ്? വൈൽ ഈ വെയിറ്റിംഗ് ഫോർ ആംസ്, ഈ ഭിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് ഇത്തരം പറഞ്ഞ രണ്ട് കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പൊ എന്തായി, ഈ മേക്ക് ക്വയറ്റ് അറ്റ് ഹോം എന്ന വാക്കിനെ ഇത് മനസ്സിലായല്ലോ. അവന് സ്വന്തം മറ്റുള്ള വീട്ടിലേക്ക് വന്ന് സ്വന്തം വീട് പോലെ എന്താകുന്നു അതിന്റെ വസ്ത്രങ്ങളൊക്കെ അയച്ചു മാറ്റി ഒരു പ്രൈവസി ഒഴിവാക്കി സ്വന്തം വീട്ടിൽ നമ്മൾ മറ്റുള്ള വീട്ടിൽ പോയി വസ്ത്രം അയച്ചിടുകയില്ല. എന്താകുന്നു സ്വന്തം വീട് പോലെ എന്താകുന്നു വസ്ത്രമൊക്കെ അയച്ചു മാറ്റി വസ്ത്രമൊക്കെ എന്താകുന്നു ഏതെങ്കിലും ഒരു സ്ഥലത്തിട്ട് അവിടെ കിടന്നുറങ്ങുന്നു. അതാണ് എന്ത് പറഞ്ഞത്, മേക്ക് ക്വയറ്റ് അറ്റ് ഹോം. അവൻ എന്താകുന്നു ആ സ്ഥലത്തെ അവർക്ക് പറ്റിയ കംഫർട്ടബിൾ ആയ സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഗോ അവേ, നീട്ട് പോ, നീച്ച് പോ എന്ന് പറഞ്ഞു. ഗോ അവേ, പോകൂ, എഴുന്നേറ്റ് പോകൂ. സെഡ് രവി, രവി പറഞ്ഞു. എങ്ങനെ? സ്റ്റേൺലി, കടുത്ത ഭാഷയിൽ. മനസ്സിലായോ? സ്റ്റേൺലി, കടുത്ത ഭാഷയിലായിക്കൊണ്ട്. ആര് പറഞ്ഞു? രവി സെഡ്, രവി പറഞ്ഞു. സ്റ്റേൺലി, കടുത്ത ഭാഷയിലായിക്കൊണ്ട് ആര് പറഞ്ഞു? രവി പറഞ്ഞു. മൈ പാർട്ടി, എന്റെ പാർട്ടി, എന്റെ അമ്മന്റെ പേരാണ് പാർട്ടി. ആ പാർട്ടി എന്തായിരിക്കുന്നു? മൈ പാർട്ടി, എന്റെ പാർട്ടി എന്തായിരിക്കുന്നു? സേസ്, പാർട്ടി പറയുന്നു. എന്ത്? ഇറ്റ് ഈസ് ടൈം, ഇതൊരു സമയമാണ്. എന്ത്? യു, നിനക്കുള്ള സമയമാണ്. എന്ത്? യു ഫൗണ്ട് അനദർ ഹൗസ്, മറ്റൊരു വീട് കണ്ടെത്താനുള്ള സമയമാകുന്നു. എന്തിന്? ടു ബെഗ് ഫ്രം, ആ വീട്ടിൽ നിന്നും യാചന ഭിക്ഷ വാങ്ങാനുള്ള മറ്റൊരു വീട് കണ്ടെത്താനുള്ള സമയമാണ് ഇതെന്ന് എന്റെ പാർട്ടി പറഞ്ഞിട്ടുണ്ടെന്ന്, എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് രവി ബെഗറിനോട് പറഞ്ഞു. The beggar opened the beggar opened his eyes very wide. The beggar, യാചകൻ, opened his eyes, അവന്റെ കണ്ണുകൾ തുറന്നു. very wide, വിശാലമാക്കിക്കൊണ്ട് ഒന്ന് തുറന്നു. ഉറക്കിൽ നിന്നും അവൻ എന്ത് ചെയ്തു? വിശാലമാക്കിക്കൊണ്ട് കണ്ണുകൾ തുറന്നു. and gazed, അവൻ ഉറ്റുനോക്കി. gaze, ഉറ്റുനോക്കുക. ആരെ? യാചകൻ ഉറ്റുനോക്കി. ആരെ? ഈച്ച് ഓഫ് ദി ചിൽഡ്രൻ, വൺ ബൈ വൺ, ഓരോരുത്തരായിക്കൊണ്ട്. വൺ ബൈ വൺ എന്ന് പറഞ്ഞാല് ഓരോരുത്തരായിക്കൊണ്ട്, വൺ ബൈ വൺ ഓരോരുത്തരായിക്കൊണ്ട് എല്ലാ കുട്ടികളെയും ഓരോരുത്തരായിക്കൊണ്ട് എന്തായി? ഇവൻ യാചകൻ ഉറ്റുനോക്കി, തുറിച്ചു നോക്കി. The ladies of this house, ഈ വീട്ടിലെ പെണ്ണുങ്ങൾ. The ladies, പെണ്ണുങ്ങൾ of the house, ഈ വീട്ടിലെ പെണ്ണുങ്ങളാകുന്നത്. പെണ്ണുങ്ങൾ എന്താണ്? ഈ വീട്ടിലെ പെണ്ണുങ്ങൾ. He said, അവൻ പറഞ്ഞു. At last, ഈ വീട്ടിലെ പെണ്ണുങ്ങൾ. At last, അവസാനമായിക്കൊണ്ട്. ഈ വീട്ടിലെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു. അവസാനമായിക്കൊണ്ട്. In a voice, ഒരു ശബ്ദത്തിൽ. എങ്ങനത്തെ ശബ്ദമാണ്? Choked with feelings, അനുഭവങ്ങളെ കൊണ്ട്. ഈ ഇങ്ങനെ പറഞ്ഞല്ലോ, ഗോ അവേ എന്ന് എന്റെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തായി? അവൻ ചോക്ക്ഡ് വിത്ത് ഫീലിംഗ്, അവൻ എന്തായിട്ടുണ്ട്? അനുഭവം കൊണ്ട് എന്താക്കിയിട്ടുണ്ട്? ചോക്ക്ഡ്, അവൻ ശ്വാസം മുട്ടിയിട്ടുണ്ട്. അഥവാ എന്ത് പറഞ്ഞു? പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോ അവേ, ഇറ്റ് ഈസ് ടൈം ടു ഫൈൻഡ് അനദർ ഹൗസ് ടു ബെഗ് ഫ്രം, ആ വീട്ടിൽ നിന്ന് യാചിക്കാനുള്ള മറ്റൊരു വീട് കണ്ടെത്താൻ ആര്യ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ചോക്ക്ഡ് വിത്ത് ഫീലിംഗ്, അവൻ എന്തായിട്ടുണ്ട്? അവന്റെ ആ ഇത് കേട്ടുള്ള അനുഭവം ഇതുകൊണ്ട് വൈകാരികത കൊണ്ട് എന്തായിട്ടുണ്ട്? ചോക്ക്ഡ്, ശ്വാസം മുട്ടിയിട്ട് ഉണ്ടാക്കിയല്ലോ എന്ന വൈകാരികത കൊണ്ട് അവൻ എന്തായി? ശ്വാസം മുട്ടിയ അവസ്ഥയിൽ അവൻ എന്ത് പറഞ്ഞു? ആർ, ഈ വീട്ടിലെ പെണ്ണുങ്ങൾ. ലേഡീസ് ആർ, ആകുന്നു. എന്ത്? വെരി കൈൻഡ് സോൾസ്, അല്ല ദയുള്ള എന്താകുന്നു? സോൾ, ആത്മാക്കളാകുന്നു. ആത്മാവ്, മനസ്സിലായോ? ആത്മാവുകളാകുന്നു. ഏത്? ഈ വീട്ടിലെ ലേഡീസ് ആർ സോൾസ്, മനസ്സിലായോ? ആത്മാവുകളാകുന്നു. നല്ല ദയുള്ള ആത്മാവുകളാകുന്നവരെന്താകുന്നു? ഞാൻ വരുമ്പോഴേക്ക് എനിക്ക് നല്ല ഭിക്ഷകൾ തന്ന് എന്നെ സന്തോഷിപ്പിക്കാറുണ്ട് എന്ന അർത്ഥത്തിൽ എന്തായി അവൻ പറഞ്ഞു. ഐ ഹാവ് കെപ്റ്റ്, ഞാൻ എന്തായിട്ടുണ്ട്? സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അഥവാ കീപ് ബോഡി ആൻഡ് സോൾ ടുഗദർ, അഥവാ
സൂക്ഷിക്കുക. എങ്ങനെ? എന്തിനൊക്കെ സൂക്ഷിക്കുക? എന്റെ ആത്മാവിനെയും എന്റെ ശരീരത്തെയും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ടുഗദർ, ഒരുമിച്ച്. മനസ്സിലായോ? എന്റെ ജീവിത മാർഗം എന്തായിട്ടുണ്ട്? ഞാൻ കണ്ട് കൂട്ടിമുട്ടിച്ചിട്ടുണ്ട്. എങ്ങനെ? കീപ് സോൾസ് ആൻഡ് ബോഡീസ് ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഈ എന്റെ ആത്മാവിനെയും എന്റെ ബോഡിയെ ശരീരത്തെയും ഞാൻ കൂട്ടിമുട്ടിച്ചിട്ടുണ്ട്. ഞാൻ എന്താക്കിയിട്ടുണ്ട്? ഇങ്ങനെ മാനേജ് ചെയ്ത് ഞാൻ നിയന്ത്രിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ ജീവിക്കുന്നതായി ഞാൻ എന്താകുമ്പോൾ രണ്ടറ്റവും ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിച്ച് ഞാൻ മുമ്പോട്ടേക്ക് പോയിട്ടുണ്ട്. എങ്ങനെ? ഓൺ their generosity, അവരുടെ ജനറസിറ്റി എന്ന് പറഞ്ഞാല് ഔദാര്യത. മനസ്സിലായോ? അവരുടെ ഉദാരത, അവർ നൽകുന്ന ആ സംഭാവന ഉണ്ടല്ലോ, അതുകൊണ്ട് എന്താണ് ജനറസിറ്റിയിൽ എന്തായിരിക്കുന്നു? ഞാൻ എന്റെ ഈ ഇവർ തരുന്ന ഭിക്ഷയിൽ ഞാൻ എന്റെ എന്റെ ആത്മാവിനെയും എന്റെ ശരീരത്തെയും ഞാൻ നിയന്ത്രിച്ച് ജീവിച്ച് പോകുന്നു എന്ന് പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടല്ലോ? ഫോർ എ ഹോൾ വീക്ക്, ഒരാഴ്ച മൊത്തം. മനസ്സിലായോ? ഒരാഴ്ച കാലയളവിൽ നിന്ന് നേരത്തെ പാർട്ടി പറഞ്ഞു ഒരാഴ്ച ഇവിടെ ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്ത് പറഞ്ഞു? ഈ ബെഗർ പറഞ്ഞത് ഒരാഴ്ച കാലയളവായി ഒരാഴ്ച ഞാൻ എന്റെ ശരീരത്തെയും എന്റെ ആത്മാവിനെയും ഇങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നു. ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നത് എന്താണ്? ഇവർ തരുന്ന ഈ നാണയ തുട്ടുകൾ കൊണ്ടാണെന്ന് ആര് പറഞ്ഞു? ബെഗർ പറഞ്ഞു. ഐ cannot believe that, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദാറ്റ് എന്നാൽ they would turn me away, അവരെന്താകും? എന്നെ turn away എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിക്കുക. turn away, അവരെന്നെ ആട്ടി ഓടിക്കുമെന്ന് I cannot believe, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. He raised his voice, അവൻ എന്താക്കിയിരിക്കുന്നു? അവന്റെ ശബ്ദം ഒന്ന് ഉയർത്തി, എന്നിട്ട് വിളിച്ചു, അമ്മ അമ്മ എന്ന് വിളിച്ചു. മനസ്സിലായോ? എന്നിട്ടോ sad his wail might be, മനസ്സിലാവുന്നുണ്ടല്ലോ? his wail, അവന്റെ വിലാപം. മനസ്സിലായോ? wail എന്ന് പറഞ്ഞാൽ വിലാപം, അവന്റെ ആ കരച്ചിൽ. മനസ്സിലായോ? അമ്മ എന്ന ആ കരച്ചിൽ might be sad, എന്തായേക്കാം? ദുഃഖത്തിൻ്റെതായേക്കാം. അതാ എന്ന വിളി ദുഃഖത്തിൻ്റെതായേക്കാം. പക്ഷേ it certainly was not feeble, അതെന്തായിരുന്നില്ല? it certainly, അത് certainly എന്ന് പറഞ്ഞാൽ ഉറപ്പായിക്കൊണ്ടും was not, അത് ആയിരുന്നില്ല. എന്തായിരുന്നില്ല? feeble എന്ന് പറഞ്ഞാൽ ദുർബലമായിരുന്നില്ല. മനസ്സിലായോ? അത് it certainly was feeble, ആ കരച്ചിൽ എന്തായിരുന്നില്ല? ആ അമ്മ എന്ന ദുഃഖത്തിന്റെ ആ വിളി എന്തായിരുന്നില്ല? ദുർബലമായിരുന്നില്ല എന്നർത്ഥം. It began, അത് വീണ്ടും തുടങ്ങി. in a deep, ഒരു ഗംഭീരമായ, ഒരു നല്ല ഗംഭീരമായ ഒരു ശബ്ദത്തിൽ പിന്നെയും വിളിച്ചു. and strong, പിന്നെ എന്ത്? സ്ട്രോങ് റംബിൾ, ഒരു റംബിൾ എന്ന് പറഞ്ഞാല് ഗർജനം. ഒരു സ്ട്രോങ് റംബിൾ, ഒരു നല്ല സ്ട്രോങ് ആയ നല്ല ഉറപ്പുള്ള ഒരു ഗർജനം. മനസ്സിലായോ? ഔട്ട് ഓഫ് ഹിസ് മൗത്ത്, അവന്റെ എങ്ങനത്തെ ഗർജനം? സ്ട്രോങ് റംബിൾ, ഇങ്ങനെയുള്ള ഒരു സ്ട്രോങ് റംബിൾ, ഇങ്ങനെയുള്ള ഒരു സ്ട്രോങ് ആയ റംബിൾ, ഗർജനം. സംവെയർ, എവിടെ നിന്നുള്ള ഒരു സ്ട്രോങ് ആയ ഗർജനം. മനസ്സിലായോ? റംബിൾ എന്ന് പറഞ്ഞാല് ഗർജനം. സ്ട്രോങ് ആയ ഗർജനം. സംവെയർ, എവിടെ നിന്ന്? ഫ്രം ഹിസ് വിതേർഡ് ബെല്ലി. മനസ്സിലായോ? വിതേർഡ് എന്ന് പറഞ്ഞാല് ഉണങ്ങിയ, ബെല്ലി കുടൽ. മനസ്സിലായോ? ഉണങ്ങിയ വയറിൽ നിന്ന് എവിടെ നിന്നൊക്കെയുള്ള ഒരു സ്ട്രോങ് ഗർജനം. അത് വന്നു. ബൂമിങ് ഔട്ട്, എന്തായിക്കൊണ്ട്? അത് ഉച്ചത്തിലായിക്കൊണ്ട്. ഔട്ട് ഓഫ് ഹിസ് മൗത്ത്, അവന്റെ വായയുടെ പുറത്തേക്ക് ഉച്ചത്തിലായിക്കൊണ്ട്. എവിടെ നിന്ന്? ഈ വിതേഡ് ബില്ലിയുടെ ആയ ഉണങ്ങിയ വയറിൽ നിന്നും എവിടെയൊക്കെയുള്ള ഒരു സ്ട്രോങ് ഗർജനം അവന്റെ വായയിലൂടെ എന്തായിട്ടുണ്ട്? പുറത്തേക്ക് വന്നിട്ടുണ്ട്. മനസ്സിലായി? അഥവാ ഉണങ്ങിയ വയറ്റിൽ നിന്നും കൂടുതൽ വിശന്ന വയറ്റിൽ നിന്നും ഒരു ഗർജനം പുറത്തേക്ക് വന്നു. മനസ്സിലായോ? with its few remaining, എങ്ങനെ? with its few remaining, അവശേഷിക്കുന്ന അല്പം. എന്ത്? teeth, പല്ലുകൾ.
അവശേഷിക്കുന്ന അല്പം പല്ലുകൾ. സ്റ്റെയിൻഡ് അതെന്തായിട്ടുണ്ട്, തിളങ്ങിയിട്ടുണ്ട്. സ്റ്റെയിൻഡ് അത് കറയുള്ളതായിട്ടുണ്ട്. സ്റ്റെയിൻ അത് കറയുള്ളതായിട്ടുണ്ട്. ബ്രൗൺ കളറായിട്ടുണ്ട്. വിത്ത് ബെറ്റൽ ചുയിങ് എന്ന് പറഞ്ഞ ചവക്ക്, ബെറ്റൽ എന്ന് പറഞ്ഞ വെറ്റില ചവക്കലിനാൽ ബ്രൗൺ കളറായിട്ടുള്ള പല്ലുകൾ, അല്പം പല്ലുകൾ. അങ്ങനെ അല്പം പല്ലുകളുള്ള വായയിലൂടെ വയറ്റിന്റെ അടിഭാഗത്ത് നിന്നുമുള്ള ഒരു ഗർജനം പുറത്തേക്ക് വന്നിട്ടുണ്ട്. സ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ കറയുള്ള, സ്റ്റെയിൻ കറയുള്ള, ബ്രൗൺ നിറത്തിലുള്ള കറ. ബെറ്റൽ എന്ന് പറഞ്ഞാൽ വെറ്റില, ചുയിങ് എന്ന് പറഞ്ഞാൽ ചവക്കുക. മനസ്സിലായോ? ഇങ്ങനെ ചവക്കുന്ന, വെറ്റില ചവച്ച് പല്ലുകൾ ബ്രൗൺ നിറത്തിലായ പല്ലുകൾ, അങ്ങനെയുള്ള പല്ലുകളുള്ള വായയിലൂടെ അടിവയറ്റിൽ നിന്നും ഒരു ഗർജനം പുറത്തേക്ക് വന്നു. രവി tell him അവനോട് പറയൂ എന്ത്, there is nothing left in the kitchen, ഈ അടുക്കളയിൽ there is nothing left, ഒന്നും ബാക്കിയില്ല. മനസ്സിലായോ? there is nothing left, ഒന്നും ബാക്കിയില്ല in the kitchen, ഈ അടുക്കളയിൽ ഒന്നും ബാക്കിയില്ല എന്ന് പറയൂ. called റുക്കുമണി എന്താക്കി, വിളിച്ച് പറഞ്ഞു. and he is not come again, and എന്തു പറയൂ, and he is not to come again, വീണ്ടും വരാതിരിക്കാനും ആര് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല പിന്നെ വരികയല്ല, എന്ത്, നോട്ട് ടു കം അഗൈൻ, വീണ്ടും വരാതിരിക്കാനും പറയൂ എന്ന് രുക്കുമണി വിളിച്ച് പറഞ്ഞു. tell him that ഇതെന്താകൂ, അവനോട് പറയൂ. she sounded fed up എന്ന് പറഞ്ഞാല് tired എന്ന് പറഞ്ഞാല് ക്ഷീണിച്ചു കൊണ്ടെന്തായി, ഇത് അവനോട് പറ. മനസ്സിലായോ? ഇവിടെ കിച്ചണിൽ ഒന്നുമില്ല, ഇനി വരാതിരിക്കാനും നീ അവനോട് പറ എന്ന് ഫെഡപ്പ് ആയിക്കൊണ്ട് ക്ഷീണിച്ച് ആര് പറഞ്ഞു, റുക്കുമണി പറഞ്ഞു. രവി did not have to repeat, രവി എന്ത് ചെയ്തിട്ടില്ല, റിപ്പീറ്റ് ചെയ്തിട്ടില്ല എന്ത്, ഇത് all to beggar. മനസ്സിലായോ? ഇത് എല്ലാം എന്തായിട്ടില്ല, രവി റിപ്പീറ്റ് ചെയ്തിട്ടില്ല, വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടില്ല. ആരോട്? ബെഗറിനോട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവയെല്ലാം റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ആരോട്? ടു ബെഗറിനോട് എന്തായിട്ടില്ല, റിപ്പീറ്റ് ചെയ്തിട്ടില്ല. വാട്ട് എന്താണ് കാരണം? വാട്ട് ഹിസ് മദർ സെഡ്, അവന്റെ അമ്മ പറഞ്ഞ ഒന്ന് ഹാഡ് ബീൻ ഈസി, അത് എളുപ്പമായിട്ടുണ്ട്. ടു ദം ഓൾ, അവർക്ക് എല്ലാവർക്കും, ടു ഹിയർ കേൾക്കാൻ. അഥവാ വാട്ട് ഹിസ് മദർ സെഡ്, അവന്റെ അമ്മ പറഞ്ഞത് ഹാഡ് ബീൻ ഈസി, അതെന്തായിട്ടുണ്ട്, ഈസി ആയതാണ്. മനസ്സിലായി? എളുപ്പമായതാണ്. എന്തിനിക്ക്? ടു ഹിയർ കേൾക്കാൻ. അഥവാ എല്ലാവരും കേൾക്കത്തക്ക വിധമാണ് ആര് പറഞ്ഞത്, അമ്മ പറഞ്ഞത്. പിന്നെ എന്താകേണ്ട ആവശ്യമില്ല, അവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് എല്ലാവരും കേട്ടിട്ടുണ്ട് എന്ന കാരണം കൊണ്ട് രവി എന്തായിട്ടില്ല, റിപ്പീറ്റ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? ഹിയർ ഏതൊക്കെയാണ് ആ ഓൾ there under the neem tree, ആ മരത്തിന് ചുവടെയുള്ള എല്ലാവരും കേൾക്കത്തക്ക വിധത്തിലാണ് ആര് പറഞ്ഞത്, അവന്റെ റുക്കുമണി വിളിച്ച് പറഞ്ഞത്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ദി ബെഗർ സാറ്റ് അപ്പ്, ബെഗർ എന്ത് ചെയ്തു, എഴുന്നേറ്റ് ഇരുന്നു. മനസ്സിലായോ? സാറ്റ് അപ്പ് എഴുന്നേറ്റ് ഇരുന്നു. മനസ്സിലായോ? ആൻഡ് സൈൻ, അതെന്തായി, എഴുന്നേറ്റ് ഇരുന്നു കൊണ്ട് നേരത്തെ എന്താക്കിയത്, ഒന്ന് ചാരി കിടക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തു, ഒന്ന് എഴുന്നേറ്റ് ഇരുന്നു. എന്നിട്ട് സൈഡ് എന്ത് ചെയ്തു, നെടുവീർപ്പിട്ടു. ആര്? ഈ ബെഗർ. മനസ്സിലായോ? സൈഡ് എന്ന് പറഞ്ഞാല് സൈഡ് എന്ത് ചെയ്തു, നെടുവീർപ്പിട്ടു. ആര്? ആ ബെഗർ ഒന്ന് നെടുവീർപ്പിടുകയും ചെയ്തു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അസ്സലാമു അലൈക്കും.